ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡൈനിങ് ഏരിയേൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാ ഇന്ന് റമദാനൊക്കെ അല്ലേ, അപ്പോൾ ഡീപ്പ് ക്ലീനിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ക്ലീൻ ചെയ്യൽ. പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ വലിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കലില്ല. നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ കേട്ടോ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ ഒരു ഭാരം തോന്നില്ല, പെട്ടെന്ന് തന്നെ ക്ലീനിങ് ചെയ്യുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ മൊത്തത്തിൽ അങ്ങനെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു വൃത്തി പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ജനൽ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു മാറ്റ് കഴുകാൻ വേണ്ടിയിട്ട് ഇടണം. പിന്നെ ബാക്കിയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചൊരിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ബെഞ്ച് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം പൊടി തട്ടിയിട്ട് പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് നല്ലോണം നനച്ചിട്ട് അങ്ങനെ തുടച്ചു കൊടുക്കും കൂടി ചെയ്താൽ ക്ലീൻ ആയിട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് പൊടി തട്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ജനലിൻ്റെ ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങനെ ക്ലീനായി. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ചെയ്യാണ്. ബ്രഷ് വെച്ചിട്ട് ആദ്യം പൊടിയും മാറാലിയും അതൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ ജനലിൻ്റെ ഭാഗത്തുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഓരോ ഭാഗത്തെ ക്ലീനിങ് കഴിയുമ്പോഴും അതങ്ങനെ സെറ്റാക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കഴിയും, അതിൻ്റെ കൂടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലും കഴിയും. പിന്നെ ഞാൻ ആ പ്ലാന്റ്സിൻ്റെ പോട്ടും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നല്ലോണം സോപ്പിട്ടിട്ട് അങ്ങനെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിൾ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഡൈനിങ് ടേബിളിന്മേൽ ഡ്രൈ ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുണ്ട്, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം വെച്ചത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊരു പൗച്ചിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കണം. പിന്നെ അത് ഞാൻ കുറച്ച് മുന്നേ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ ഡൈനിങ് ടേബിളിലുള്ള മാറ്റും കാര്യങ്ങളും മാറ്റി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സെറ്റിങ്സ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇഷ്ടമായോ എന്നൊന്ന് കമൻ്റ് അയച്ച് അറിയിക്കൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ 3 ചെയർ ഉണ്ട്, അതും ഇതുപോലെ തന്നെ പൊടി തട്ടിയിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മൊത്തത്തിലുള്ള പൊടി തട്ടലും ഒതുക്കിവെക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് വേസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളാണ്, അതൊക്കെ ഒന്ന് അടിച്ചോരിയിട്ട് തുടക്കണം. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് വാശേരിയും എല്ലാ ഭാഗവും മൊത്തത്തിൽ ക്ലീനായി. ഡൈനിങ് ഏരിയൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.